ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് SIT ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. BSSയിൽ നിന്നുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടുന്നതാണ് റിപ്പോർട്ട്. തന്ത്രിയുടെ അറസ്റ്റിന് ശേഷമുള്ള തുടർ നടപടികളും SIT ഹൈക്കോടതി അറിയിക്കും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ഉണ്ട്. ജിജീഷ്, നമ്മൾ വിനീഷിനോട് പറഞ്ഞതുപോലെ വളരെ നിർണായകമായ റിപ്പോർട്ടാണ് ഇന്ന് ഹൈക്കോടതിക്ക് മുൻപാകെ വരുന്നത്. BSSയിൽ നിന്നുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടുന്ന റിപ്പോർട്ടാണ്. ഒപ്പം തന്നെ ഇത് ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് കൂടിയാണ്. ഈ തന്ത്രിയുടെ അറസ്റ്റ് അത് SITയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിൽ ആക്കിയ വിഷയമാണ്. ഈ അറസ്റ്റിന് ശേഷം എന്തൊക്കെ നടന്നു ഇതെല്ലാം തന്നെ SIT വിശദീകരിക്കും അല്ലേ ജിജീഷ്? രാഗി, ഇത് ഏറ്റവും നിർണായകമായ ഒരു അന്വേഷണ ഘട്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ നാലാമത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അതിൽ VSSയുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നുള്ള പരിശോധനാ ഫലമുണ്ട്. അതിൽ കൃത്യമായി തന്നെ ഈ സ്വർണത്തിലെ അളവ് വ്യത്യാസം, വലിയൊരു മോഷണ ശ്രമം നടന്നിരിക്കാനുള്ള സാധ്യത, കൂടുതൽ സ്വർണം നഷ്ടപ്പെടാനുള്ള സാധ്യതയിലേക്കെല്ലാം തന്നെ വിരൽ ചൂണ്ടെന്നാണ് VSSയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്. 98-ൽ UB ഗ്രൂപ്പ് സ്വർണം പൂശിയ സ്വർണ്ണപ്പാളികളിൽ നിന്നും, ഒപ്പം തന്നെ 2019-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ സ്വർണ്ണപ്പാളികളിലെ സ്വർണത്തിൻ്റെ അളവും തമ്മിൽ അതെല്ലാം വ്യത്യാസമുണ്ട്. ഈ അച്ചുകൾ പ്രത്യേകമായി നിർമ്മിച്ചുകൊണ്ട് കൃത്രിമം നടത്തിയിരിക്കാനുള്ള ഒരു സാധ്യതയിലേക്കെല്ലാം തന്നെ വിരൽ ചൂണ്ടുമ്പോഴാണ് അതിവിശദമായി തന്നെയുള്ള ഈ റിപ്പോർട്ട് കോടതിയുടെ പരിഗണനയ്ക്കായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് കോടതി എന്തെല്ലാം നടപടികളിലേക്ക്, തുടർ നിർദ്ദേശങ്ങളിലേക്ക് കടക്കും എന്നത് ഏറ്റവും പ്രധാനമാണ്. കാരണം ഇതിനു മുമ്പെല്ലാം അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകൾ ഓരോ ഘട്ടങ്ങളിലും സമർപ്പിച്ചപ്പോൾ അവിടെ ഈ ഇത്തരത്തിലുള്ള പരിശോധനാ ഫലം ലഭിച്ചിരുന്നില്ല. VSSയിൽ നിന്നുള്ള പരിശോധനാ ഫലം ആ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഓരോ ആളുകളെയും ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മാത്രമായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം SIT പൂർത്തിയാക്കിയതും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളായിരുന്നു ഇതുവരെ നൽകിയിരുന്നത്. എങ്കിൽ ഈ ഒരു നാലാമത്തെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ അവിടെ ഈ സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകൾ, ശാസ്ത്രീയമായ തെളിവുകൾ കൂടിയാണ് കോടതിക്ക് മുന്നിൽ, ഹൈക്കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെ കോടതി ഇതൊരു സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. കൃത്യമായി തന്നെ ഇതിൽ ഏതെല്ലാം തരത്തിലാണ് അല്ലെങ്കിൽ ഏതെല്ലാം തലത്തിലേക്കാണ് ഇനി അന്വേഷണം നീളേണ്ടത് എന്ന കാര്യത്തിൽ ഒരു നിർദ്ദേശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനും, ഇതുവരെയുള്ള മറ്റ് ചോദ്യം ചെയ്യലുകൾ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യലിൻ്റെ വിശദാംശങ്ങൾ കൂടി ഇന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്യും. അവിടെ കോടതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ SITക്ക് നേരിടേണ്ടി വരുമോ എന്നതടക്കമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ, ചോദ്യം ചെയ്യൽ അറസ്റ്റിലേക്ക് നീങ്ങിയതുമായി ബന്ധപ്പെട്ട ഘട്ടങ്ങളിൽ പോലും ഈ നേരിട്ട് തന്ത്രിക്ക് എത്രമാത്രം പങ്കാളിത്തമുണ്ട് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് എന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഏതെല്ലാം അടിസ്ഥാനത്തിലാണ് തന്ത്രിയിലേക്ക് അന്വേഷണം എത്തിയത് എന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അവിടെ ഈ മൊഴികൾ വിശദമായി തന്നെ കോടതി പരിശോധിക്കുകയും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ വിശകലനങ്ങളിലേക്കോ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങളിലേക്കോ കടക്കാനുള്ള സാധ്യതയുമുണ്ട്. കൃത്യമായി തന്നെ പ്രത്യേകിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ, നേരത്തെ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഘട്ടങ്ങളിൽ അത്തരം ചോദ്യം ചെയ്യലുകളിലേക്ക് കടന്നിരുന്നില്ല. അവിടെ മറ്റു ആളുകൾ, പ്രത്യേകിച്ച് തന്ത്രി രാജീവർ കണ്ഠരരുടെ വിശദമായ ചോദ്യം ചെയ്യലിൻ്റെ ലഭിച്ച വിവരങ്ങൾ അത് ഏതെല്ലാം തരത്തിൽ ഉള്ളതാണ്, അതിൽ എത്രമാത്രം മറ്റു ആളുകളുടെ പങ്കാളിത്തം വിശദീകരിക്കുന്നുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇനിയും ചോദ്യം ചെയ്യാൻ ബാക്കിയുള്ള പ്രമുഖരായ ആളുകളുണ്ട്. അവരിലേക്ക് അന്വേഷണം എത്താത്തതടക്കമുള്ള കാര്യങ്ങൾ അത് പ്രധാനമായും കോടതി ചോദ്യമായി ഉയർത്താനുള്ള ഒരു ഘട്ടം തന്നെയാണുള്ളത്. അത്തരത്തിൽ നാലാമത്തെ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ പരിശോധനാ ഫലം, ശാസ്ത്രീയമായ പരിശോധനാ ഫലത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കൂടി ക്രോഡീകരിച്ച് മുന്നോട്ട് പോകുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. 2017 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടുത്തെ സ്പോൺസർ ആയിരുന്നു, ശബരിമലയിലെ സ്പോൺസർ ആയിരുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ SITക്ക് ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് SIT ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയാണ്. BSSയിൽ നിന്നുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടുന്നതാണ് റിപ്പോർട്ട് എന്നത് വളരെ നിർണായകമാണ്. ജിജീഷ് കരുണാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.